സദസ്സിലെ വിശിഷ്ടാതിഥികൾക്കും സുഹൃത്തുക്കൾക്കും ശ്രേഷ്ഠരായ കലാകാരന്മാർക്കും ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ സുവർണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. മനോരഥങ്ങൾ, ശ്രീ എം ടി വാസുദേവൻ നായരുടെ ഏറ്റവും പുതിയ സൃഷ്ടി, അത് 9 സിനിമകളായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. വിസ്മയിപ്പിച്ച സദയത്തിലെ സത്യനാഥനും താഴ്വാരത്തിലും അമൃതങ്കമയിലും പഞ്ചാഗ്നിയിലും ഒക്കെ കഥാപാത്രമായി പകർന്നാടി എം ടി സാറിൻ്റെ കഥാപാത്രങ്ങളായി തിരശ്ശീലയിൽ ജീവിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു സ്വകാര്യ അഹങ്കാരമായി നിലനിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ ചില ബുദ്ധിമുട്ടുകളാൽ ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ എം ടി സാറിനുള്ള പിറന്നാൾ ആശംസ നിറഞ്ഞ സ്നേഹം ഈ ഒരു വീഡിയോയിലൂടെ ലാലേട്ടൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ കാണാം. ഗുഡ് ഈവനിങ് എവരിബഡി. നമസ്കാരം എം ടി സാർ. സ്വപ്നം കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം എന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു. അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറയുന്നത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു സിനിമ, ഒരുപാട് സിനിമകൾ 97 സിനിമയോളം അടുപ്പിച്ച് ചെയ്ത് ഞാനിവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ മൂമെൻ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എം ടി വാസുദേവൻ നായർ പ്രിയദർശൻ ഒരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ട് നടന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്ക് സാധിച്ചില്ല. പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയണം. എം ടി സാറിനെ വായിക്കാത്ത മലയാളികളില്ല. എൻ്റെയും ബാല്യ കൗമാരങ്ങളെ സമ്പന്നമാക്കിയത്, സമൃദ്ധമാക്കിയത് നാലുകെട്ടും കാലവും തുടങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ കഥകൾ തന്നെയാണ്. സിനിമയിലേക്ക് എത്തിയപ്പോൾ ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നത് പോലെ എം ടി സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാനുള്ളൊരു ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോടത് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യത, അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. ഇതിന് കാരണക്കാരനായത് സദയത്തിൻ്റെ നിർമ്മാതാവായ സെവൻ ആർട്സ് വിജയകുമാറാണ്. ആദ്യമായി വാസുവേട്ടന് പിറന്നാൾ ആശംസകൾ. എല്ലാവരും എം ടി സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് എന്താണ് വാസുവേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് സംശയമുണ്ടാകുമ്പോൾ, പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ്. മനോരഥങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു. അതും എനിക്ക് പ്രിയപ്പെട്ട 2 കഥകൾ. അതിൽ എനിക്ക് പ്രിയപ്പെട്ട, ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിൻ്റെ മമ്മൂക്ക അഭിനയിക്കുന്നു. നന്ദി എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു. നന്ദി. ഒരു സിനിമ ചെയ്യണം എന്ന് പ്രിയേട്ടൻ പറഞ്ഞതുപോലെ, മറ്റ് സംവിധായകർ പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു. വലിയ സ്വപ്നമാണ്. ആദ്യം തന്നെ നമ്മളെ ഞങ്ങൾ വാസുവിനോട് ചോദിച്ചിരുന്നു, ഇത്തരം കഥ തീർച്ചയായും ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരുപക്ഷെ എഴുത്തിയാടെ കൊണ്ട് മറ്റ് സിനിമകളെ പറ്റി ഞാൻ പോയി. ഇന്ന് ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായ നിമിഷമാണ്. എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം തന്നു. ഈ 10 കഥകളിൽ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗം തുറക്കുന്ന സമയമെത്തി. ചെറുകഥ എന്ന ഒരു ഫോം ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള, അതിലൂടെ സിനിമ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത്, അതും മലയാള ചെറുകഥയിലെ ഏറ്റവും ഉന്നത ശ്രേഷ്ഠനായിട്ടുള്ള
ശ്രീ എം ടി വാസുദേവനാരുടെ ഒരു കഥ അധികരിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ തിരക്കഥയൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് സാറിൻ്റെ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ ഇതിന് പ്രത്യേകത കൂടിയുണ്ട്. സാറിൻ്റെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല അശ്വതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണമൊക്കെ. എൻ്റെ കാഴ്ചയിൽ എഴുത്തുകാരൻ്റെ ഇൻറ്റഗ്രിറ്റി ഒരു കാലത്ത് വിട്ടുകൊടുക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട എം ടി സാറിന് ജന്മദിനാശംസ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ, പ്രത്യേകിച്ച് തിരക്കഥകൾ DC പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് തിരക്കഥ എന്താണെന്ന് നമ്മളെല്ലാം പഠിക്കുന്നു. ഞാൻ എന്നെക്കൊണ്ട് ചരിത്ര അദ്ദേഹത്തെ പഠിക്കുന്നു. അതിനകത്ത് ആ തിരക്കഥ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആമുഖമുണ്ട്. അതിനകത്ത് ആ കഥ വന്ന വഴിയെക്കുറിച്ച്, അതിൽ പലതും ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു പാഠമാണ്. ആ ടെക്സ്റ്റ് ബുക്കാണ് ഇന്ന് എന്നെക്കുള്ള ചരിത്രകാരൻ, ഇന്നത്തെ ജനറേഷനുള്ള ഒരു പക്ഷേ സിനിമാ വിദ്യാർത്ഥികളെന്ന് വിളിക്കാവുന്ന സംവിധായകൻ കടമെടുത്തിരിക്കുന്നു. എനിക്ക് എന്തുകൊണ്ട് ജയരാജ് സാർ പറഞ്ഞാൽ ജയരാജ് സാറിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്നിലേക്ക് ഷെർലക്ക് വരികയായിരുന്നു. മനോരഥങ്ങൾ എന്ന ഈ ആന്തോളജിയിൽ കടൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. ഇതിന് അവസരം തന്ന ടി സാറിനോടും ന്യൂസ് വാല്യൂവിനോടും സരിഗമയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമ്മളെല്ലാവരുടെയും ബഹുമാനായ വാസുവേട്ടൻ, പ്രിയപ്പെട്ട MD, അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. എം ടി സാറിന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു പിറന്നാൾ സമ്മാനമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ. ലെറ്റ്സ് സീ ദാറ്റ് ഓൺ സ്ക്രീൻ. എം ടി സാറിനോടൊപ്പം Thank you. It is my honor to be sharing the stage with the legends of entertainment. Sorry, I don't know Malayalam, so I will keep my speech to English. I am proud to share an early Onam gift. ZEE5 will be the destination of the renowned stories penned by Padma Bhushan Shri M.T. Vasudevan Nair. Even now we can proudly go back and tell our kids and grandkids tomorrow that we were somewhere connected to this legendary man called M.T. Nair. Saregama is fully devoted and dedicated towards Malayalam content. We have been producing both films and procuring music of films and series from this market at a time when the entire film industry in India is struggling to find a hit. It is this amazing storytelling ability of Malayalam cinema which seems to be delivering hits as if there's no tomorrow. So hats off to you guys. There's something magical happening out here and we want to be part of it and we'll keep on investing in this content. Namaskara everyone. Today I just came to thank you all. From my heart. Thank you everyone, everyone in the room, everyone who speaks Malayalam in India or across the world. സരിഗമപ ഒരുക്കിയിരിക്കുന്ന മനോരഥങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. ആൻഡ് നാലുപേരും ചേർന്ന് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് മനോരഥങ്ങളുടെ ട്രെയിലർ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് സമർപ്പിക്കുന്നു.